ഹായ്! ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ളോഗ് കാണാം. കുക്കിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ നിങ്ങളിരിക്കും ഞാനായിരിക്കും കുക്ക് ചെയ്യുന്നത്. അല്ല, അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അമ്മ കുക്ക് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ചായ ഇട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തേയില വെള്ളമാക്കിയിട്ട് ഞാൻ പാലും വെള്ളവും കൂടെ വെച്ച് അതിനകത്തൊരു തേയില ഇടുന്നത്. ഇത് നമ്മൾ മറ്റേ വയനാട്ടിൽ നിന്ന് മേടിച്ച ഇതാണ്. അപ്പോൾ ഏലത്തേയില അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം തിളച്ച് വന്നെങ്കിലേ അതിങ്ങനെ അതിൻ്റെ ഒരു കടുപ്പം നമുക്ക് കിട്ടുമല്ലോ. ഒത്തിരി തേയില ഇടുന്ന പോലൊക്കെ ഇരിക്കും. അപ്പോൾ പിന്നെ അത് നമ്മൾ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടേ പിന്നെ ചായ എടുക്കാറുള്ളൂ. ചായ ചായ ഞാൻ കുടിക്കാറില്ല. ചായ അമ്മയ്ക്കാണ് ചായ. ചായ എനിക്കങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അമ്മ ചായ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കടലക്കറി വെക്കണം. ഇന്ന് കടലക്കറിയും ഇടിയപ്പവുമാണ്. മൈ ഫേവറേറ്റ് ആണ് ഇടിയപ്പം. അപ്പം ഇടിയപ്പവും കടലക്കറിയും ഉണ്ടാക്കി തരാമെന്ന് അമ്മ ഇന്നലെ വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്ന് വീഡിയോ എടുക്കണം, അമ്മ വെക്കുമ്പോൾ എന്നെയും കൂടി വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന്. അമ്മയ്ക്കാണെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെയൊന്നും അല്ല, ഇത് കുറച്ച് പാത്രത്തിലൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ നീ വേണമെങ്കിൽ വീഡിയോ എടുക്കടി, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല. പിന്നെ വെച്ച് വേണ്ട, എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച്. അപ്പം അമ്മമാർക്കറിയാം, അമ്മമാരുടെ സ്റ്റൈലുണ്ടല്ലോ. ഞാൻ നോർമൽ സ്റ്റൈലിൽ അമ്മമാരൊക്കെ തൊള്ളു ഓരോന്നെടുത്ത് പിടിച്ച് പിന്നെ എഡിറ്റ് ചെയ്തൊക്കെ നന്നാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അമ്മയാണെങ്കിൽ നേരെ കടലക്കറി വെക്കാനുള്ള പരിപാടി. അമ്മ നല്ല അടിപൊളിയായിട്ട് കടലക്കറി വെക്കും. എനിക്ക് അമ്മയുടെ ഒരു സ്റ്റൈലുണ്ട്, ഇങ്ങനെ തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കുന്നത് നല്ല രസമായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കടല എടുത്തു, മറ്റേ സവോള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വേവിക്കും. കടലയ്ക്ക് എനിക്ക് ഈ വെള്ളക്കടലയാണ് ഇഷ്ടം. മറ്റേ ചുമന്ന കടല അത്ര കഴിക്കത്തില്ല. വെള്ളക്കടല നല്ല രസമല്ലേ കഴിക്കാൻ, ഇങ്ങനെ അങ്ങനെ വേസ്റ്റ് ആയി പോകത്തില്ല. മറ്റേത് വെച്ചാൽ എപ്പോഴും കുറച്ചൊക്കെ ഇതാകും. അപ്പം പിന്നെ വെള്ളക്കടല വെക്കാമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ കടലക്കറിയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ അമ്മ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് അമ്മ മറന്നുപോയി തക്കാളിക്കിടാൻ. അപ്പോൾ പിന്നെ തക്കാളിക്ക് ഇട്ട് ഞാൻ പറഞ്ഞു ഇതിങ്ങനൊന്നും അല്ല വെക്കുന്നത് എന്നൊക്കെ അമ്മയോട് വഴക്ക് പറഞ്ഞു. എന്നിട്ട് പിന്നെ അമ്മ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അമ്മ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിന്നെ കടലക്കറിയുടെ മസാല അമ്മ തയ്യാറാക്കുവാണ്. കുറച്ച് പെരുംജീരകം, കറുകപ്പട്ട, ഒരു കുഞ്ഞ് ഏലക്ക, ഗ്രാമ്പൂ, ഇത് മസാല ഐറ്റംസൊക്കെ ഇടും. മസാല ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവണം. ഇതൊന്ന് ചൂടായി വരും. ഇത് ചൂടാക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഇളക്കി അതൊന്ന് മൂപ്പിച്ച് പച്ചമണം മാറി വരുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. പച്ചമണം മാറി വരുന്നതൊന്ന് ഇളക്കിയിട്ട് വേണം പിന്നെ ഇത് നമ്മുടെ പച്ചത്തേങ്ങ എന്നിട്ട് ഇടത്തുള്ളൂ. തേങ്ങ തിരുമിയിട്ട് ഇത് ഈ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ കരച്ചെടുക്കും. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അമ്മ അരച്ചെടുത്തിട്ട് വേണം ഈ കടലക്കറിക്കകത്തോട്ട് ഇത് ചേർക്കുന്നത്. അപ്പം അതിനെല്ലാം അരയ്ക്കാൻ വേണ്ടി ജാറിലോട്ട് തേങ്ങയിട്ട് എടുത്ത് വെച്ച് നമ്മുടെ മസാല ഇട്ട് മസാലയുടെ ആ ഒരു കളർ കണ്ടോ, ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു കളർ വരും. അങ്ങനെ ഒത്തിരി ഒരു മൂത്ത് പോകണ്ട, എന്നാൽ അതൊരു അത്യാവശ്യം നല്ല കളർ. പിന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അമ്മ അത് അരച്ചെടുക്കുന്നു. അരച്ച് പിന്നെ നമ്മൾ ഇനി കടലക്കറി വെക്കാനുള്ള പരിപാടി. അതുകൊണ്ട് ഇതുകൾക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ല ഇതായിട്ട് പേസ്റ്റ് പോലെ ഒഴിക്കണം. എന്നിട്ട് പിന്നെ പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ടപ്പോൾ നൈസായിട്ടൊന്ന് മുങ്ങിയായിരുന്നു. കടുക് പിന്നെ കൊച്ചുള്ളി ഇട്ട് നമ്മൾ കടുക് വറക്കുന്ന പോലൊക്കെ ഒരു കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ട് അതൊന്ന് ഇളക്കും. ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ജസ്റ്റ് ഒരു വാടിയൊന്ന് വരും, കളർ മാറുന്ന ടൈം. വാടി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, നമ്മുടെ തേങ്ങയും മസാലയെല്ലാം കൂടെ ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിടണം. ഇപ്പം അമ്മ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ടത്. നേരത്തെ ഞാൻ ഗരം മസാല പറഞ്ഞു തോന്നുന്നു, ഇപ്പോഴാണ് ഇടേണ്ടത്. ഇപ്പോഴെന്നല്ല, അപ്പം മറന്നു പോയതായിരിക്കും. പിന്നെ ഗരം മസാല ഇട്ടു, പിന്നെ അരച്ച് വെച്ചിരുന്ന അരപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. അരപ്പൊന്ന് ജസ്റ്റ് ചൂടാവണം. അരപ്പൊന്ന് ചൂടായി ഒന്ന് മിക്സായി വരണം. നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ടൊന്ന് ചൂടായി ഒന്ന് കുക്കായി വരണമല്ലോ. ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ഇളക്കണം. അത് മറ്റേ അടുക്കി പിടിച്ച് പോകരുത്. എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അമ്മ ജാറൊക്കെ കഴുകി വെള്ളം ഒഴിച്ച് അമ്മ പറഞ്ഞത് കാണിക്കണ്ട, അത് കാണിച്ച് എന്താ. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലമ്മേ, വേണ്ടത് കാണിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ്.
എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് എന്നിട്ട് കടലയിട്ട് നന്നായിട്ടത് ഇളക്കിയിട്ട് നന്നായിട്ടിത് തിളയ്ക്കണം. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. നന്നായിട്ട് വെട്ടി തിളച്ച് സംഭവം സെറ്റാണ്. വെട്ടി തിളയ്ക്കുമ്പോഴേക്കും നല്ലൊരു മണം വരും. ആഹാ, എന്താ മണം! പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ഇടിയപ്പത്തിനുള്ള തേങ്ങ തിരുമുന്നത് ഞാനാണ്. ഞാൻ നമുക്ക് തിരുമ്മി കൊടുക്കാമെന്ന് പറഞ്ഞു. തേങ്ങ തിരുമ്മി കൊടുത്ത് പിന്നെ അമ്മ ഇടിയപ്പത്തിന് പൊടി അത് കുഴയ്ക്കാൻ വേണ്ടി എടുത്ത് ഇത് ചൂടുവെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളത്തിലിട്ട് കുഴയ്ക്കുന്നതാണ്. ഞാൻ ഡബിൾ ഹോഴ്സ് മറ്റേ പച്ചവെള്ളത്തിൽ പറ്റുന്ന പൊടിയുണ്ട്, പക്ഷെ നല്ല പൊടി, ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എടുത്ത് കൈ നമ്മളുണ്ടാക്കില്ല. പിന്നെ അമ്മ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇരിക്കട്ടെ, ഫുഡ് കഴിയില്ലോ. പിന്നെ അതെല്ലാമായിട്ട് ഇളക്കി ഇത് ഇങ്ങനെ കുഴയ്ക്കുന്ന ഞാൻ കുഴയ്ക്കാമെന്നൊക്കെ പറയണ്ട, ഞാൻ കുഴച്ചോളാം. അമ്മ എല്ലാ പരിപാടിയും നന്നായി കുഴച്ച് സെറ്റപ്പാക്കി. പിന്നെ ഇടിയപ്പത്തിന് ഈ പിഴിയലാണ് ദൈവമേ എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും മറ്റേ കൈ പിടിച്ചാടായിരുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നുള്ളൂ, കാരണം ഇത് പിന്നീടുള്ളത് പിന്നീട് ഞങ്ങളെല്ലാവരും കൂടെ എടുക്കുമായിരുന്നു. അത്യാവശ്യം നല്ല കട്ടി ഇതായിട്ട്, പക്ഷെ ലൂസായിട്ടാണ് മാവ്, പക്ഷേ കറക്കാൻ ഭയങ്കര പാടായത് അമ്മ. അപ്പോൾ ഈ ഇടിയപ്പം നമ്മുടെ റെഡിയായി. പിന്നെ ഇനി മാങ്ങാക്കറി വേണം. അപ്പം നേരെ അമ്മ മാങ്ങ എടുത്തുകൊണ്ട് നിനക്ക് വീഡിയോയിൽ എടുക്കണോ? അയാളെ മാങ്ങാക്കറി വെക്കുക. ഞാൻ പറഞ്ഞു അയ്യോ വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചത്. അപ്പോഴത്തേനും അമ്മ ഒരു മാങ്ങ പൊളിച്ചായിരുന്നു. അമ്മ ഇങ്ങനെ തൊലി കളഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ അമ്മ എനിക്ക് വേണ്ടി പാവം അമ്മ എടുത്തത് വേണ്ടത് മാങ്ങ തൊലി കളഞ്ഞത്. പിന്നെ മാങ്ങയെല്ലാം തൊലിയെല്ലാം കളഞ്ഞമ്മ എടുത്ത് ഇതിലോട്ട് വെള്ളം ഒഴിച്ച്, നമ്മൾ വെള്ളവും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. ഈ മാങ്ങ നന്നായിട്ട് വേവിക്കണം. ഈ മാങ്ങ നന്നായിട്ട് വേവിച്ചെങ്കിൽ ഇതിൻ്റെ മാങ്ങയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. സത്തെല്ലാം ഇറങ്ങി നമുക്ക് നല്ല രീതിയിൽ അത് കുക്കായി വന്നെങ്കിൽ അതിൻ്റെ ഒരു മണം, കുക്കായി നല്ല മണമാണ് കേട്ടോ. നല്ല രസമാണ്. എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ്, അമ്മ വെക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അമ്മ ഇതിന് കറിയൊക്കെ വെച്ചാൽ അടിപൊളിയാണ്. അപ്പം നേരെ ഇതെല്ലാം എടുത്ത് നമ്മൾ വേവാൻ വേണ്ടി അടുപ്പിൽ വെച്ച്, ഇത് വേവാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കണം. തേങ്ങ അരയ്ക്കണം, തേങ്ങയുടെ അരപ്പ് വേണം. അപ്പം ഞാൻ പറയുന്നത് ഞാൻ തേങ്ങ തിരുമ്മി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് തേങ്ങ തിരുമ്മണ്ട, തേങ്ങ കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അത് നമുക്ക് അരയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആണെങ്കിൽ നേരെ തേങ്ങ എടുത്തു. തേങ്ങയും ഇത് മറ്റേ ഇടിയപ്പത്തിന് എടുക്കാമെന്ന് പറഞ്ഞു ഇതിങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്, അപ്പോൾ അത് വേണ്ട, ഇടിയപ്പത്തിന് നല്ലത് മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ തേങ്ങ എടുത്തു. അതിലോട്ട് തേങ്ങയും കൊച്ചുള്ളിയും നമ്മുടെ ജീരകവും ഇത്രയും മതി ഇതിന് അരപ്പരയ്ക്കാൻ, വേറൊന്നും വേണ്ട. വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി നന്നായിട്ട്. പക്ഷെ നല്ല പേസ്റ്റ് പോലെ കരഞ്ഞു വരണം. നന്നായിട്ട് അരയണം. അങ്ങനത്തെ ഇതായിട്ട് കിടക്കരുത്, അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞു കിട്ടണം. നല്ല പേസ്റ്റ് പോലൊക്കെ അമ്മ അരച്ചെടുത്ത്. പേസ്റ്റ് വെള്ളരിച്ചിട്ട് നമ്മുടെ മാങ്ങ ഇവിടെ കളുകുളം തിളയ്ക്കുന്നത് കണ്ടോ എൻ്റെ മാങ്ങ. നല്ല മണമാണ് കേട്ടോ, ഇങ്ങനെ മണം വരുന്നത്. പിന്നെ അമ്മ എൻ്റെ അരപ്പ് എല്ലാം റെഡിയാക്കി. ഈ നന്നായിട്ട് തിളച്ച് എൻ്റെ ഇതൊക്കെ വെന്ത് ഒരുമാതിരി ഇതായപ്പോഴത്തേക്കിന് ഇതിലോട്ട് നമുക്ക് അരപ്പൊഴിക്കാം. അരപ്പാണ് ഇടുന്നത്. അരപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവണം. വേകുമ്പോഴത്തേക്ക് നമുക്ക് തൈര് എടുക്കാം. ഇനി തൈര് വേണം. തൈരാണെങ്കിൽ നന്നായിട്ട് നമുക്ക് തൈര് മറ്റൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് അത് കട്ടയൊന്ന് ഉടച്ചിട്ട് അമ്മ കണ്ട് തൈര് ഒഴിച്ച്, തീ കുറച്ചിടണം കേട്ടോ. തീ കുറച്ചിട്ടിട്ട് ഇതൊക്കെ ഒഴിക്കാവും. എന്നിട്ട് നേരെ നല്ല മണമായിരുന്നു ഈ തൈരൊക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് കേട്ടോ. നല്ല നമുക്ക് ഇപ്പോൾ കിട്ടിയാൽ കഴിക്കാം എന്നൊരു ഇതായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ചോദിച്ചു ഇത്രയേ ഉള്ളൂ അമ്മയെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, ഇനി കടുക് വറക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ കടുക് വറക്കാൻ പോയി. കടുക് വറക്കാൻ ചീനച്ചട്ടി വെച്ചു. അതിലോട്ട് ഉലുവയും നമ്മുടെ കടുകും കറിവേപ്പിലയും കൂടി ഇട്ട്, വറ്റൽമുളക് ഇല്ലായിരുന്നു, വറ്റൽമുളക് ഉണ്ടായിരുന്നു, ചൂട് നല്ലതായിരുന്നു. വറ്റൽമുളക് തീർന്നു പോയി. പിന്നെ കടുകും ഉലുവയും കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കടുക് എല്ലാം വറുത്ത് ഇതിലൂടെ താളിച്ചൊഴിച്ച് കടുവും എല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ ആ കളറും ആ മഞ്ഞ കളറും ആ കടുവിലിട്ട് എന്ത് രസമായിരുന്നറിയോ. അടിപൊളി ടേസ്റ്റ് വരുന്നുണ്ട്. ഇങ്ങനെ മാങ്ങയുടെ നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമായിരുന്നു മാങ്ങയ്ക്ക്. ഇങ്ങനെ ഭയങ്കര ഇഷ്ടം മധുരമുള്ള ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു.
വെച്ചപ്പോൾ മാങ്ങാക്കറിയും റെഡിയായി. ഇന്ന് ഇത് രണ്ടുമേ ഉള്ളായിരുന്നു. അപ്പോൾ മാങ്ങാക്കറിയും രാവിലത്തെ ഇടിയപ്പവും കടലക്കറിയും എല്ലാം സെറ്റപ്പായിരുന്നു. നിങ്ങൾ കടലക്കറി ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.